ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈക്കിൽ ഞാനത് റെക്കോർഡ് ചെയ്ത സമയത്ത് അതിൻ്റേതായ ചെറിയൊരു നോയ്സ് ഈ വീഡിയോയിലുണ്ട്. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങളുടെ വോളിയം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കാം. ഫൈവറിലെ പുതിയ ജോലികൾ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളായി കമൻറ്റ് ചെയ്യുന്നതും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിട്ട്. ഇന്നത്തെ വീഡിയോ ഫൈവറിൽ നമ്മൾ പുതിയൊരു ജോലി പഠിക്കുകയാണ്. ഈ ജോലി പഠിക്കുന്നതോട് കൂടിയിട്ട് ഫൈവറിൽ മാത്രമല്ല നമുക്ക് മറ്റൊന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൂടി നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ജോലിയിലേക്ക് കിടക്കാം. ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ഏതൊരാളും തന്നെ റിസ്യൂം എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടിരിക്കും. ഒരു കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് റിസ്യൂം എന്നത്. ഈ ഫൈവർ, അപ്വർക്ക് പോലുള്ള ഫ്രീലാൻസിങ് സൈറ്റുകളിൽ റിസ്യൂം റൈറ്റിംഗ് അതുപോലെ റിസ്യൂം ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഈ കാറ്റഗറി നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കാറ്റഗറി നല്ല രീതിയിൽ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ഓൺലൈൻ ഇൻകം കണ്ടെത്താൻ സാധിക്കും. നമുക്ക് ഫൈവറിൽ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ റിസ്യൂം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഏതൊക്കെ വർക്കുകൾ വരുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും റിസ്യൂം റൈറ്റിംഗ്, അതുപോലെ പ്രൊഫഷണൽ റിസ്യൂം റൈറ്റിംഗ് സർവീസ്, റിസ്യൂം ഡിസൈൻ, റിസ്യൂം ആൻഡ് കവർ ലെറ്റർ പോലുള്ള വർക്കുകൾ കാണാൻ സാധിക്കും. ഇതിൽ റിസ്യൂം ഡിസൈൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമുക്ക് പിന്നീട് വരാം. അത് ഡിസൈനിങ് റിലേറ്റഡ് ആണ്, ഗ്രാഫിക് ഡിസൈനിങ് റിലേറ്റഡ് ആണ്. ആദ്യം നമുക്ക് പ്രൊഫഷണൽ റിസ്യൂം റൈറ്റിംഗ് സർവീസ് എന്ന് നോക്കാം. പ്രൊഫഷണലി റിസ്യൂംസ് റൈറ്റ് ചെയ്യുന്നതിനായിട്ട് ഫൈവറിനകത്ത് നല്ല എമൗണ്ടിന്, അതായത് നമുക്ക് ഒരു ദിവസം തന്നെ 3000 അല്ലെങ്കിൽ 5000 രൂപ വരെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കിന് ബേസിക് ആയിട്ടുള്ള ഗിഗിൻ്റെ എമൗണ്ട് 3000 മുതൽ 5000 8000 ഒക്കെ ചിലർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല എമൗണ്ടുകൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഗിഗാണ് റിസ്യൂം റൈറ്റിംഗ് എന്നുള്ളത്. കാരണം റിസ്യൂം എന്നതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ചെയ്യാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ജോലി എത്ര വലുതാണെന്നുള്ളത്. അപ്പോൾ ആ ജോലി അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിന് തക്കതായ രീതിയിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷിലോ സ്പാനിഷിലോ ജാപ്പനീസിലോ ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് അറിയുന്നത് ആ ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ആയിരിക്കും ചിലപ്പോൾ മെയിൻലി, ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ മെയിൻലി ചൂസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ആയിരിക്കാം. ഈ ലാംഗ്വേജുകളിൽ നിങ്ങളിത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല വർക്കുകൾ നമുക്ക് ഈ റിസ്യൂം റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സർവീസിൽ നിന്ന് നമുക്ക് റിസ്യൂം റൈറ്റിങ്ങിന് എങ്ങനെയൊക്കെയാണ് ആളുകൾ ചാർജ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണെന്നുള്ളത് ആരും കരുതണ്ട. അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ നമുക്ക് അറിയണം. നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ അറിയുന്ന ഒരാൾക്കാണ് ഇത് ചിലപ്പോൾ നന്നായിട്ട് റൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞല്ലോ 2 ജോബുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അത് 2 ജോബിന് നമ്മൾ 2 മെത്തേഡ്, ഓൺലൈനിൽ മണി മേക്ക് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരു റിസ്യൂം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്, എഴുതി കൊടുക്കുന്നതിന് ഇവരിവിടെ ചാർജ് ചെയ്യുന്നത് 9431 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസാണ്. ഏകദേശം 15000 രൂപ തന്നെ ഇവർ ഈ സർവീസുകളെല്ലാം തന്നെ CV, അതുപോലെ കവർ ലെറ്റർ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ തുടങ്ങിയിട്ടുള്ള കണ്ടന്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് 15000 രൂപയ്ക്ക് അവർ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്കറിയാത്ത, അതിന് നമുക്കൊരു കഴിവുണ്ട്, നമുക്കൊരു നല്ല രീതിയിലുള്ള നമ്മൾ പഠിച്ചെടുത്തിട്ടൊരു കഴിവുണ്ട്. ആ കഴിവിനെ ഒന്നും വില വെക്കാതെ പല ആളുകളും ഇപ്പോഴും ക്യാപ്ച ടൈപ്പിങ്ങിൻ്റെയും ഈ സ്റ്റാറ്റസ് ഇട്ട് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതും വീഡിയോ കണ്ട് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒക്കെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. സ്പോക്കൺ ഇംഗ്ലീഷും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി അതും വേണ്ട, ഒരു BA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാണെങ്കിൽ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് നല്ല നോളജ് ഉണ്ടായിരിക്കും. അത്തരം ആൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇത്തരം വർക്കുകളൊക്കെ സുഖമായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും, വളരെ സുഖമായിട്ട്. ഇവിടെ നിങ്ങൾ നോക്കാം, ഏകദേശം 1K മുകളിൽ എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 6116ഓളം റിവ്യൂസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 10000ഓളം ഓർഡേഴ്സ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ നേരം കൊണ്ട്. ബേസിക്കിന് അവർ ചാർജ് ചെയ്യുന്നത് 5000 രൂപ, അതുപോലെ പ്രീമിയം ആകുമ്പോഴേക്കും 11000 രൂപ വരെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴിവുകൾ, നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം നോളജ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നല്ല എമൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം, ഗിഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നല്ല വർക്കുകൾ കിട്ടുകയും ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ SEO ഒക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഗിഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല വർക്കുകൾ ഈ ഒരു കാറ്റഗറിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് റിസ്യൂം ഡിസൈനിങ് ആണ്. റിസ്യൂം ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ടെംപ്ലേറ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം, I will design resume template and rewrite. ഇത് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാം, കോറോഡോ, ഇല്ലുസ്ട്രേറ്റർ പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അവയൊന്നും അതിൻ്റെ ഒന്നും ഒരു സഹായം ഇല്ലാതെ, അല്ലെങ്കിൽ അത് ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ ഒന്നും എനിക്കറിയില്ല, അല്ലാതെ തന്നെ എനിക്ക് ഈ റിസ്യൂമുകൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, വേർഡ് യൂസ് ചെയ്യാൻ പറ്റും.
വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വർക്കുകൾ ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റ് വേർഡ് പഠിച്ചിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വേർഡ് പഠിച്ചിരിക്കും. ഈ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള നല്ല റിസ്യൂം ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ സെല്ല് ചെയ്യാൻ സാധിക്കും. സെല്ല് ചെയ്യാൻ നമ്മൾ ഒരാൾക്ക് സർവീസായിട്ട് കൊടുക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സർവീസുകൾ നമുക്കിവിടെ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇനി വേർഡ് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇത്തരത്തിൽ റിസ്യൂമുകൾ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊന്നും തന്നെ ഞാൻ മുൻപ് പഠിച്ചിട്ടില്ല. മൈക്രോസോഫ്റ്റ് വേർഡ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അനായാസം തന്നെ നിങ്ങൾക്ക് റിസ്യൂം ടെംപ്ലേറ്റുകൾ വേർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ തുടങ്ങിയിട്ടുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളിലും ഇത്തരത്തിലുള്ള റിസ്യൂം പോലുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇവയൊന്നും നിങ്ങൾക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇത്തരം സോഫ്റ്റ്വെയറുകളൊന്നും തന്നെ നിങ്ങൾക്ക് നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഗൂഗിൾ തരുന്ന ചില ആപ്ലിക്കേഷനുകളുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഫൈവർ മൊബൈൽ ഫോൺ, ഫൈവർ അല്ല അപ്വർക്കോ മറ്റേത് ഫ്രീലാൻസിങ് കണ്ടന്റുകളും വെബ്സൈറ്റുകളും മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനായാസം ചെയ്തു നോക്കാവുന്ന ഒരു ജോലിയാണിത്. കാരണം ഇനി പറയാൻ പോകുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലും അവൈലബിൾ ആയി കിട്ടും. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ഫോണിൽ നിന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ജോബ് തന്നെയാണ്. നോക്കാം അത് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്നത് ഗൂഗിൾ എന്ന കമ്പനിയുടെ ഒരു വെബ് ആപ്പാണ്. അതായത് ഇത്തരത്തിലുള്ള കണ്ടന്റ്, ഇത്തരം ടെംപ്ലേറ്റുകൾ, വേർഡ് ഫയലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ആപ്പാണ് ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്ന വെബ് ആപ്പ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ആപ്പ് എന്ന് പറയുന്ന ഒരു മെനു കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ ഒട്ടനവധി ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും. ഗൂഗിൾ എന്ന കമ്പനിയുടെ ഒട്ടനവധി ആപ്ലിക്കേഷനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്സ് എന്ന് പറയുന്ന ഒരു മെനു കാണാം. ഈ ഡോക്ക് എന്ന് പറയുന്ന ഈ ആപ്പാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഈ വിൻഡോ വരുന്നത്. ഡോക്ക് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു വിൻഡോയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ബ്ലാങ്ക് എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു പേജ് എടുക്കാനുള്ളത്. അതുപോലെ റിസ്യൂമിൻ്റെ ചില ടെംപ്ലേറ്റുകൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റുകളൊക്കെ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫസ്റ്റ് ബ്ലാങ്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ബ്ലാങ്കിൽ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാനാണ്, ഈ വേർഡിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഒരു പുതിയ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, പുതിയ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ന്യൂ പേജ് എന്ന് പറയുന്ന സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ തന്നെ ഇതിൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, വേർഡൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾക്ക് ഇത് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി വേർഡിനെ കുറിച്ചുള്ള യാതൊരു അറിവില്ലാത്ത ആൾക്ക് അനായാസം ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ 1-2 ദിവസം ഈ ഗൂഗിൾ ഡോക്ക് എടുത്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ടെംപ്ലേറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നീട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് ഫൈവറിലോ അല്ലെങ്കിൽ അപ്വർക്കിലൊക്കെ നമ്മുടെ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ റിസ്യൂം ഡിസൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതല്ലാതെ നമുക്ക് ഇങ്ങോട്ട് കയറുന്നതിന് മുൻപ്, അതായത് ഞാൻ ബ്ലാങ്ക് പേജ് കൊടുക്കുന്നതിന് മുൻപ് വന്നിട്ടുള്ള ഒരു പേജ് ഉണ്ടായിരുന്നു. ഈ പേജിലൂടെ വന്നു കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ഗാലറി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെംപ്ലേറ്റ് ഗാലറി, ഈ ടെംപ്ലേറ്റ് ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് റിസ്യൂമിൻ്റെ ഇവിടെ കാണാമല്ലോ, റിസ്യൂം സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതെല്ലാം എടുത്ത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തു. ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ, താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം. ഇതൊക്കെ ഓരോ ആളുകൾ ജസ്റ്റ് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്ന കുറച്ച് ഡിസൈൻസാണിത്. ഇങ്ങനെ നമ്മുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ഒരു ടെംപ്ലേറ്റാക്കി മാറ്റിയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയലിൽ വരിക, ഫയലിൽ വന്നതിന് ശേഷം ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫോർമാറ്റുകൾ അവൈലബിൾ ആണ്. ഡോക്കിക്ക് നമുക്ക് എടുക്കാം, അതുപോലെ OBT, PDF, TXT തുടങ്ങിയിട്ടുള്ള പല ഫോർമാറ്റുകളിലേക്ക് നമുക്ക് ഈ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ക്ലയന്റിന് വർക്ക് ചെയ്ത് കൊടുക്കാൻ വളരെ സുഖമായിരിക്കും. നമുക്ക് ഈ ഒരു ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ടെംപ്ലേറ്റിന്റെ ഒരു ഇമേജ്, ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഇമേജ് അല്ലെങ്കിൽ സേവ് ചെയ്തിട്ട് JPG ഇമേജ് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗിഗ് ഇമേജ് ആയിട്ടൊക്കെ കൊടുക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ റിസ്യൂം ഞാൻ എഡിറ്റ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിൽ ഞാൻ നിങ്ങളുടെ റിസ്യൂം പ്രൊവൈഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഈ സർവീസുകൾ നമുക്ക് ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസർ, ഗുരു പോലുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ, പ്രൊഫഷണൽ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ നമുക്കതൊരു വർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻകം നമുക്ക് ഇങ്ങനെ ഈ ഒരു ടേം തന്നെ, ഈ റിസ്യൂം ഡിസൈനിങ് അല്ലെങ്കിൽ റിസ്യൂം കവർ ഡിസൈനിങ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ തന്നെ കണ്ടെത്താൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ പറയട്ടെ, അത് ചിലപ്പോൾ കമൻറ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ പല വീഡിയോകൾക്ക് ഈ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഏതൊരു ജോലി നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഈ ഒരു റിസ്യൂം ഡിസൈനിങ് പഠിപ്പിച്ചതുപോലെ തന്നെ അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു ചോദ്യമാണ്, ഇതൊക്കെ അവർക്ക് ചെയ്തുകൂടെ, പിന്നെ എന്തിനാണ് ഒരു ഫൈവറിൽ വലിയൊരു എമൗണ്ടൊക്കെ കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഡിസൈൻ ചെയ്യുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി പലതായിരിക്കും. ഇപ്പോൾ ഫൈവറിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ റിസ്യൂം ഡിസൈനിങ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ബയ്യർ, ഒരു ക്ലയൻറ്റ് വന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണലാണെന്ന് തോന്നുന്ന ഒരാളായിരിക്കും.
എല്ലാവർക്കും ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ. പക്ഷേ എന്താണ്, അവരുടെ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ആളുകളോട്, അതായത് ഇതൊക്കെ അവർക്ക് ചെയ്തുകൂടെ, പിന്നെ എന്തിനാ നമുക്ക് വർക്ക് ചെയ്യണം, ഇങ്ങനെ എത്ര സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ആൻസർ അതാണ്. ഓരോ ആളുകൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പലതായിരിക്കും. അതിൽ നല്ല ആളുകളെ ചൂസ് ചെയ്തിട്ടാണ് പലരും വർക്ക് കൊടുക്കുന്നത്. അതല്ലാതെ ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യാൻ നിൽക്കുന്നത്, ഇത് അവർക്ക് ചെയ്തുകൂടെ, അത്തരത്തിലുള്ള തോന്നൽ കൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്നും ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഓൺലൈനിൽ നിന്നും ഒരു രൂപ പോലും അവരൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണ്, അവർ ഒരു കാര്യങ്ങൾ പുതിയത് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് ലേൺ ചെയ്യാനോ ഒന്നല്ല ശ്രമിക്കുന്നത്. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് എന്തിനാ, ഇതൊക്കെ ഇവർക്ക് ഇത്ര അനായാസം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ആ ഒരു തോന്നലുകൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവരവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരു രൂപ പോലും ഓൺലൈനായിട്ട് മണി മേക്ക് ചെയ്യാൻ പോകുന്നില്ല. ഓൺലൈൻ മണി മേക്കിംഗ് എന്ന് പറയുന്നത് ആക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കണ്ടു കഴിഞ്ഞിട്ട് ഇതുപോലെ എനിക്ക് ചെയ്യണം, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും എന്നുള്ളത് ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ അത് പഠിക്കുകയും അത് പഠിച്ചതിന് ശേഷം അത് വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും നല്ലൊരു ഇൻകം കണ്ടെത്താൻ സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ലെങ്ത് ആയത് കാരണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒരു കേസിൽ കൂടി അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് കൂടി ഈ ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിസ്യൂം ഡിസൈൻ വെച്ചിട്ട് നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് തൊട്ടടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ വീഡിയോ ഒരുപാട് ലെങ്തായി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 2-3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആ വീഡിയോ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു കണ്ടന്റ്, റിസ്യൂം ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു ടെംപ്ലേറ്റുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും നല്ല ഏണിംഗ് കണ്ടെത്താൻ സാധിക്കും. അതാണ് ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ജെന്യൂൻ ആയിട്ടുള്ള ഇന്റർനെറ്റിൽ നിന്നും ഓൺലൈൻ മണി മേക്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും നല്ല ഫ്രീലാൻസർ ഇപ്പോൾ വിടവാങ്ങുന്നു. ഗുഡ് ബൈ.